ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്ന് ഞങ്ങളുടെ ഫസ്റ്റ് ഓൺ വോയിസ് വ്ളോഗാണ് ഇത്. ഞങ്ങളുടെ 7.5 മാസത്തെ സ്കാനിങ്ങിന് വേണ്ടി പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുന്ന ഒരു വ്ളോഗാണ്. ഇന്ന് ഹോസ്പിറ്റലിലത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ വ്ളോഗിൽ കാണിക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഞാൻ റെഡി ആയി കഴിഞ്ഞു. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് വരുന്നത്. എൻ്റെ ഫ്രണ്ട് എനിക്ക് വളക്കാപ്പിന് ഗിഫ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു പേഴ്സണായിട്ടൊരു കളറും കൂടി ആയിരുന്നു. അപ്പോൾ ഞാൻ ഈ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് ഇത്ര നേരമായിട്ടും വന്നിട്ടില്ല. 12:30 നമുക്ക് അപ്പോയിൻമെൻ്റ് എടുത്തിരിക്കണം. പക്ഷേ ആൾ 12 ആവാനായിട്ടും എത്തിയിട്ടില്ല. ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണല്ലോ. അങ്ങനെ ആൾ വന്നതിന് ശേഷം നമ്മൾ വേഗം ഇറങ്ങുമായിരുന്നു കേട്ടോ. കാരണം ഇവിടുന്ന് 1/2 മണിക്കൂർ ട്രാവൽ ഉണ്ട് കുന്നംകുളത്തേക്ക്. അങ്ങനെ നമ്മൾ ഇവിടുന്ന് പോകാൻ വേണ്ടി പെട്ടെന്ന് തന്നെ ഇറങ്ങി. ഞങ്ങൾ ഏത് ഹോസ്പിറ്റലാണ് കാണിക്കണേ, അതുപോലെ മലങ്കര ഹോസ്പിറ്റലാണോ എന്നൊക്കെ ഒരുപാട് കമൻസും കാര്യങ്ങളും വരുന്നുണ്ടായിരുന്നു. അതേ നമ്മൾ മലങ്കര ഹോസ്പിറ്റലിൽ തന്നെയാണ് കാണിക്കണേ. കാരണം ചേട്ടൻ്റെ വീടിൻ്റെ അവിടെ നിന്നും എൻ്റെ വീടിൻ്റെ അവിടെ നിന്നും വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് ഒരു ഹോസ്പിറ്റൽ ഓപ്ഷൻ എല്ലാവരോടും ചോദിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞതാണ് മലങ്കര ഹോസ്പിറ്റലാണ് ബെസ്റ്റ്. കാരണം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നല്ല ഡോക്ടേഴ്സ് ഉള്ള കൂടെ ഒരു ഹോസ്പിറ്റലാണ് മലങ്കര ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് വേറെ ചോയ്സ് ഉണ്ടാകുന്നില്ല, നമ്മൾ മലങ്കര ഹോസ്പിറ്റൽ തന്നെ ചൂസ് ചെയ്തു. നമുക്ക് കുറച്ചുകൂടി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾ വേണം ഡോക്ടേഴ്സ് എന്നുള്ളതും നമുക്ക് അത്യാവശ്യമായിരുന്നു. അതൊക്കെ കാരണം നമ്മൾ ഇങ്ങനെ കുറേ റെഫറൻസൊക്കെ ചോദിച്ചിട്ടാണ് നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയത്. നമ്മൾ ഹോസ്പിറ്റലിലേക്ക് എത്തുമ്പോൾ 12:30 ആയി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മൾ ലേറ്റായിട്ടാണല്ലോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അങ്ങനെ നമ്മൾ വേഗം ഹോസ്പിറ്റലിലൊക്കെ എത്തി കാറ് പാർക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ്. ഇന്നലെ ആയിരുന്നു എനിക്ക് സ്കാനിങ് ഡേ വന്നിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഇതിൽ കൊടുക്കാം കേട്ടോ. അതൊന്ന് പോയി കാണണേ. ഷോർട്സ് മാത്രമേ ഉള്ളൂ, ലോങ് വീഡിയോ ഇട്ടിട്ടില്ല. അപ്പോൾ ആ ഒരു ഇത് കാണിക്കും വേണം. അതുപോലെ ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്ത് തന്നു. അപ്പോൾ അതൊക്കെ ഡോക്ടറെ കാണിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് വന്നത്. കാവടി തുള്ളി പോയതാണ്. ഈ പോയ സന്തോഷമൊന്നും വരുമ്പോൾ ഉണ്ടാകുന്നില്ല. അങ്ങനെ നമ്മളവിടെ എത്തി വേഗം പോയി OP ടിക്കറ്റ് എടുത്തു. നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കാരണം നമുക്ക് വേഗം കിട്ടി. നമ്മൾ കാണിക്കുന്ന ഡോക്ടർ സാറ തോമസ് ആണ്. സാറ മാമിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡയറക്റ്റ് ബുക്ക് ചെയ്തിട്ടാണ് വരേണ്ടത്. വന്നു കഴിഞ്ഞാൽ നമുക്ക് വേഗം കിട്ടും. അപ്പം ഞാനിങ്ങനെ നമ്മുടെ ഇന്നലത്തെ റിസൾട്ടും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നില്ല. അതൊന്നും കാര്യമായിട്ട് ചെക്ക് ചെയ്യാനൊന്നും പറ്റിയില്ല. എന്തായാലും നമുക്ക് ഹീമോഗ്ലോബിൻ്റെ അളവ് കുറവാണ്. അതിനെപ്പറ്റി എന്തായാലും ഡോക്ടറോട് ചോദിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് പോയത്. നമ്മൾ ചെന്നിരുന്ന് പെട്ടെന്ന് തന്നെ നമ്മളെ നേഴ്സ് വിളിച്ചു കേട്ടോ. അപ്പം ഞാൻ ആദ്യം പോയിട്ട് വെയിറ്റും കാര്യങ്ങളൊക്കെ BP ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കയറി. അങ്ങനെ കയറി കഴിഞ്ഞപ്പോൾ ഇതാണ് നമ്മുടെ ഡോക്ടർ കേട്ടോ, സാറ തോമസ് ഡോക്ടർ. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ആദ്യം നമ്മൾ ഡോക്ടറെ പോയി കിടക്കാൻ പറഞ്ഞു. കിടന്നിട്ട് നമ്മളതിനെ പരിശോധിക്കുമല്ലോ. അപ്പോൾ നിങ്ങൾ കുറച്ച് കാര്യമായിട്ട് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ണിയുടെ ഹാർട്ട് ബീറ്റ് നമുക്ക് ഈ വീഡിയോയിൽ കേൾക്കാൻ പറ്റും കേട്ടോ. ഞാനത് എന്തായാലും റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനത് നിങ്ങളെ കേൾപ്പിക്കാം. ഇതെല്ലാ പ്രാവശ്യവും നമ്മളതൊന്ന് കേൾപ്പിക്കാറുണ്ട്. ഡോക്ടർ ചെക്ക് ചെയ്യുന്നതാണ്. അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ബ്ലഡ് ടെസ്റ്റ് ഉണ്ട്, നീ പോയിട്ട് വല്ലതും നീ കഴിച്ചിട്ട് വരൂ, അത് കഴിഞ്ഞിട്ട് ഒരു ഇഞ്ചക്ഷനും കൂടി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം തന്നെ സമാധാനമായി. അങ്ങനെ ഞങ്ങൾ നേരെ പോയി കുന്നംകുളത്തുള്ള ഫുഡ് മാജിക്കിലേക്ക് പോയിട്ട് ഫുഡ് കഴിക്കാനായിട്ട് പോവുമായിരുന്നു. ഫുഡ് മാജിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പഴയ അർബൻ ഈറ്റ്സ് ആണ്, കുന്നംകുളം തൃശ്ശൂർ റോട്ടിൽ വരുന്ന ഒരു റെസ്റ്റോറൻ്റ് ആട്ടോ. ഞങ്ങൾ ഇടയ്ക്ക് ഫാമിലിയായിട്ട് വരുന്ന ഒരു റെസ്റ്റോറൻ്റാണ്. ഞങ്ങൾക്ക് പെട്ടെന്ന് എന്തെങ്കിലും കഴിക്കണം എന്നൊക്കെ തോന്നുമ്പോൾ നമ്മൾ വരുന്ന കഴിക്കുന്ന ഒരു റെസ്റ്റോറൻറ്റ് കൂടിയാണ്. നല്ല അടിപൊളി ഫുഡാട്ടോ. നമ്മൾ ട്രൈ ചെയ്തതിൽ നമുക്ക് ഇഷ്ടമുള്ളത് അവിടുത്തെ കിഴി ബിരിയാണി അങ്ങനത്തെ ഐറ്റംസാണ്. ഇങ്ങനെ മെനു ഒക്കെ നോക്കുമെങ്കിലും നമ്മൾ കൂടിപ്പോയ ഒരു ബിരിയാണി, ഒരു നൂഡിൽസ് ഇതൊക്കെ തന്നെ നമ്മൾ ഓർഡർ ചെയ്യുള്ളൂ. അപ്പോൾ അതേ ചേട്ടൻ വരുന്നുണ്ട്. ചേട്ടൻ്റെ മുഖത്ത് സന്തോഷമൊന്നും ഇല്ലാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ചേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ മാരേജാണ്. കുറേ പ്ലാൻ ചെയ്ത് പുള്ളി കറക്റ്റ് ടൈമിങ്ങൊക്കെ സെറ്റ് ചെയ്ത് വന്നതായിരുന്നു. പക്ഷേ ഇന്ന് ഹോസ്പിറ്റലിൽ വന്നപ്പോൾ എല്ലാം തകിടം മറിഞ്ഞു. എന്തായാലും നമുക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് വേഗം പോകാമെന്നുള്ളൊരു പ്ലാനിലാണ്. ഒരു 4 മണിയാകുമ്പോൾ പുള്ളിക്ക് കല്യാണം ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടി പോവും വേണം. പക്ഷേ എനിക്ക് ഈ ഇഞ്ചക്ഷൻ ട്രിപ്പ് ഇട്ട് തന്നെ നമുക്ക് കയറ്റണം എന്ന് പറഞ്ഞു. അല്ലാതെ നമുക്ക് ഡയറക്റ്റ് ഇഞ്ചക്ട് ചെയ്ത് കയറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഹീമോഗ്ലോബിൻ്റെ അളവ് കൂടാനുള്ളതാണല്ലോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ഫുഡ് വേഗം കഴിക്കണം എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ്. പക്ഷേ എന്നെക്കൊണ്ട് കഴിക്കാൻ പറ്റണില്ല. നമ്മുടെ റെസ്റ്റോറൻറ്റിൻ്റെ മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണുന്ന വ്യൂ ഇതാണ് കേട്ടോ. നമ്മുടെ തൃശ്ശൂർ ടു കുന്നംകുളം വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ അമ്മേനെ ഇങ്ങനെ വിളിച്ച് പറയുകയാണ്. കാരണം നമ്മൾ ലേറ്റ് ആയി കഴിഞ്ഞാൽ അവരെന്തെങ്കിലും ടെൻഷൻ ആവുമല്ലോ, ഡോക്ടറെ കാണാൻ പോയിട്ട് എന്താ ലേറ്റ് ആവുകയാണ്. അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ട്രിപ്പ് ഇടാൻ നിൽക്കുന്നതുകൊണ്ട് ഇങ്ങനെ നമുക്ക് ഇഞ്ചക്ഷൻ കയറ്റണം, ബ്ലഡ് കുറവാണെന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ ഞാനത് കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്നൊക്കെ അമ്മേനെ വിളിച്ച് പറഞ്ഞു. അമ്മേനെ വിളിച്ച് പറഞ്ഞതിന് ശേഷം ഞാൻ അങ്ങനെ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കാരണം വിശപ്പ് ഒരു 1-1:30 മണിയായി. എന്നാലും വിശപ്പുണ്ടോ ചോദിച്ചാൽ വിശപ്പുണ്ട്. പക്ഷേ ആ ഒരു ടെൻഷൻ കാരണം ഇത് കഴിഞ്ഞതിന് വീണ്ടും ഹോസ്പിറ്റലിൽ തന്നെ പോകണമല്ലോ എന്നുള്ളൊരു ടെൻഷൻ കാരണം അങ്ങനെ നമ്മുടെ ഫുഡൊക്കെ വന്ന് നമ്മൾ ചിക്കൻ നൂഡിൽസും കിഴി ബിരിയാണിയാണ് കേട്ടോ ഓർഡർ ചെയ്തത്. എനിക്ക് ഇവിടുത്തെ ഏറ്റവും ഇഷ്ടമുള്ളത് ഇവിടുത്തെ കിഴി ബിരിയാണിയാണ്. പിന്നെ അത് കഴിഞ്ഞ് നൂഡിൽസാണ് ഇഷ്ടം.
അപ്പോൾ ചേട്ടന് ബിരിയാണി വേണ്ടെന്ന് പറഞ്ഞപ്പോൾ ആൾ നൂഡിൽസ് ഓർഡർ ചെയ്യാൻ ഞാനാണ് റെഫർ ചെയ്തത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ വയറൊക്കെ അത്യാവശ്യം ഫില്ലായിട്ടുണ്ട്. ഇനി എന്താണ് നെക്സ്റ്റ് എന്ന് ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് ടെൻഷനാവുക. അയ്യോ, അത് ഒന്നുമില്ല, ട്രിപ്പിട്ട് എനിക്ക് മതിയായി. അത്രയധികം എനിക്ക് ട്രിപ്പ് കയറ്റിയിട്ടുണ്ട്. അങ്ങനെ തിരിച്ച് നമ്മൾ വീണ്ടും ഹോസ്പിറ്റലിലേക്ക് എത്തി. ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ തന്നെ നമുക്ക് നെക്സ്റ്റ് ഇനി ട്രിപ്പ് ഇടണം, എത്ര നേരം ഇരിക്കേണ്ടി വരും, ചേട്ടൻ്റെ കല്യാണം, കാര്യങ്ങൾ ഇതൊക്കെയാണ് ആലോചിക്കുന്നത്. അങ്ങനെ 2:18 അങ്ങനെ ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക, ഇനി എത്ര ഇഞ്ചക്ഷൻ അടിക്കും, എന്തൊക്കെ ഉണ്ടാവും, ബ്ലഡ് കൊടുക്കണം, അത് കഴിഞ്ഞ് എന്താണ് ഹീമോഗ്ലോബിൻ്റെ അളവിന് കാരണം എന്ന് കുറയാനുള്ള കാരണം നമ്മൾ അതിനുള്ളൊരു ടെസ്റ്റും കൂടി എഴുതി തന്നിട്ടുണ്ട്. അതൊക്കെ നോക്കണം. കൈയൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക, കുത്തിക്കഴിഞ്ഞ് എന്തായിരിക്കുമല്ലോ എന്ന് ആലോചിച്ചിട്ട് ഈ സന്തോഷമൊക്കെ ഇപ്പം തീരും. അങ്ങനെ ചേട്ടൻ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് വന്നോട്ടെ. അങ്ങനെ ഞങ്ങൾ നേരെ കാഷ്വാലിറ്റിക്ക് നടന്നു. കാഷ്വാലിറ്റിയിൽ നിന്നാണ് നമുക്ക് ഇഞ്ചക്ഷനൊക്കെ കയറ്റുക കേട്ടോ. അങ്ങനെ ഇവിടെ നിന്നാണ് നമുക്ക് മരുന്നൊക്കെ ഇഞ്ചക്ഷൻ കിട്ടുക. അപ്പോൾ അവിടെ പറഞ്ഞു, അവിടെ ഇപ്പോൾ അത് വർക്ക് ചെയ്യുന്നില്ല, പ്രിൻ്റർ വർക്ക് ആവുന്നില്ല, അപ്പോൾ നിങ്ങൾ പോയിട്ട് പുറത്തുനിന്ന് ഫാർമസിയിൽ നിന്ന് മേടിച്ചിട്ട് വരുമെന്ന് പറഞ്ഞിട്ട് ചേട്ടനെ പറഞ്ഞയച്ചു. അങ്ങനെ ചേട്ടൻ അത് മേടിക്കാൻ പോയി. എനിക്ക് അത്ര നടക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാനവിടെ ഇരുന്നു. അങ്ങനെ അവിടെ ഇരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ റീല തെറ്റി തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് ഇങ്ങനെ കയ്യും കാലൊക്കെ കുഴഞ്ഞ് എന്താ പറയുക, തല കറങ്ങി തുടങ്ങി. അങ്ങനെ ഞാനൊരു ബെഡ് കണ്ടപ്പോൾ ഞാൻ ബെഡിൽ പോയി കിടന്നു കേട്ടോ. അപ്പോഴത്തേക്കും ചേട്ടൻ വന്ന് നമ്മൾ നേഴ്സിൻ്റെ കയ്യിൽ സംഭവമൊക്കെ കൊടുത്തു. ഇത് അവരായിട്ട് വന്നിട്ട് നമുക്ക് ട്രിപ്പ് ഇട്ടിട്ട് ഒരു അരമണിക്കൂറിൻ്റെ സംഭവമുള്ളൂ. അങ്ങനെ വന്ന ആദ്യത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഇടത് കയ്യിൽ ആദ്യം അവർ കുത്തി കഴിഞ്ഞ വഴിക്ക് ആ നീഡിൽ കയറിയതിന് ശേഷം കൈ പെട്ടെന്ന് അങ്ങോട്ട് വീർത്തു വന്നു കേട്ടോ. കൈ വീർത്തൊന്നും നമ്മുടെ നേഴ്സും ടെൻഷനായി. നേഴ്സ് ചോദിച്ചു, വെയിൻ ഇങ്ങനെ വീർത്തു വരുന്ന വെയിനാണോ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇതുവരെ അങ്ങനെ വീർത്തിട്ടില്ല. എന്താണെന്ന് എനിക്ക് സഹിക്കാൻ പറ്റാത്ത വേദനയായിരുന്നു. ഞാൻ ഭയങ്കരമായിട്ട് എന്താ പറയുക, ഞാൻ കണ്ണിന്നൊക്കെ വെള്ളം വന്നു എന്ന് പറയില്ലേ, അത്രയും പെയിൻ ഞാൻ ആ സമയത്ത് സഹിച്ചെടുത്തു. എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് സഹിച്ചിട്ട് കരയാനേ പറ്റുള്ളൂ, വേറെ ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഞാൻ പറഞ്ഞു, ഈ കയ്യിൽ വേണ്ട, അപ്പുറത്തെ കയ്യിൽ കൊത്തിക്കൊന്നു കൊണ്ട് അപ്പുറത്തെ കയ്യിൽ ട്രിപ്പ് ഇട്ടു. അങ്ങനെ അരമണിക്കൂറിന് ശേഷം ഞാൻ സന്തോഷകരമായി ട്രിപ്പൊക്കെ കഴിഞ്ഞ് പോകാനുള്ള ഒരുക്കങ്ങൾ നോക്കുക. അപ്പോൾ ചേട്ടൻ ബില്ല് കാര്യങ്ങളൊക്കെ നോക്കുക. ഇന്ന് കണി കണ്ട ആളെന്തായാലും ബെസ്റ്റായിട്ട് എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ പുള്ളിക്കാരിയിരിക്കണേ. എന്നിട്ട് നമ്മൾ പോണ വഴിക്ക് എനിക്ക് ഒരു ഉപ്പുവെള്ളം എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞു. കാരണം തല കറങ്ങിയിട്ട് എനിക്ക് നിൽക്കാൻ വയ്യ. അങ്ങനെ ചേട്ടന്മാരുടെ ഒരു ഉപ്പ് സോഡൊക്കെ മേടിച്ചു. ഞങ്ങൾ ചേസ് അടിച്ചു കുടിച്ചു. ചേട്ടന് വേഗം പോകണം എന്നുള്ള കാരണം നമ്മൾ എല്ലാം പെട്ടെന്നായിരുന്നു. വീട്ടിൽ വന്നിട്ട് ഒന്നും ഇരിക്കാൻ പോലും പുള്ളിക്ക് പറ്റിയിട്ടില്ല. കൊണ്ടുവന്നാക്കിയിട്ട് ആൾ പെട്ടെന്ന് തന്നെ ഇറങ്ങാറുന്നു കേട്ടോ. കാരണം ഫ്രണ്ടിൻ്റെ കല്യാണമാണ്, അവിടെ നിന്ന് കല്യാണച്ചക്ക വരെ വിളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ പിന്നെ ആളൊന്നും നോക്കിയില്ല, എന്നെ കൊണ്ടുവന്നാക്കി ആൾ പെട്ടെന്ന് ഇറങ്ങുമായിരുന്നു. അങ്ങനെ പോയിട്ട് ഇനി 2 വീക്സ് കഴിഞ്ഞിട്ടാണ് ഡോക്ടറെ കാണിക്കേണ്ടത്. അങ്ങനെ ആൾ പോയതിനു ശേഷം ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വിശേഷങ്ങളൊക്കെ വീട്ടിൽ പറഞ്ഞു. ഇങ്ങനെയുണ്ട്, ബ്ലഡ് കുറവാണ്, നന്നായിട്ട് ഇലവർഗ്ഗങ്ങളൊക്കെ കഴിക്കാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ വീട്ടുകാർക്ക് ഭയങ്കര ടെൻഷനായിട്ടിരിക്കുകയാണ്. അവർ നന്നായിട്ട് വെള്ളം കുടിക്കുക, അത് ഇത് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട്. അവർ നെക്സ്റ്റ് ദിവസം തൊട്ട് ചീര, മുരിങ്ങ ഇതുപോലെ ഇലകളാണ് ഇനി എനിക്ക് കഴിക്കാൻ തരണേന്ന് പറഞ്ഞു. അങ്ങനെ പോയി കഴിഞ്ഞ ശേഷം ഭയങ്കര ക്ഷീണമായിട്ടാണ്. ക്ഷീണം പറഞ്ഞാൽ ആ മരുന്നിൻ്റെ ഡോസ് ആയിരിക്കും, എനിക്കറിയില്ല. പിന്നെ എനിക്ക് അയണിൻ്റെ ടാബ്ലറ്റൊക്കെ 2 എണ്ണം വെച്ചിട്ട് കഴിക്കണം. കാരണം ഞാൻ ഹെൽത്ത് സെൻറ്ററിൽ നിന്ന് കഴിക്കണേ ഈ അയൺ ടാബ്ലറ്റും കാൽസ്യം ടാബ്ലറ്റും. അപ്പോൾ എനിക്കിനി 2 എണ്ണം വെച്ചിട്ട് അയൺ ടാബ്ലറ്റ് കഴിക്കണം. അപ്പോൾ ശരിയാവും എന്നാണ് വിചാരിക്കണേ. പിന്നെ ഫുഡിൻ്റെ കാര്യങ്ങളും നോക്കാൻ പറഞ്ഞത്. അപ്പോൾ പിന്നെ ആദ്യം എനിക്ക് നീരിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അത് കാരണം എനിക്ക് മേലുവേനൊക്കെ കാര്യമായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എനിക്കങ്ങനെ നീരിൻ്റെ പ്രശ്നമൊന്നും പറഞ്ഞിട്ടില്ല. കാലുമ്പോൾ കുറച്ച് നീര് വന്നിട്ടെന്ന് പറഞ്ഞിട്ടുള്ളൂ. ഇനി എന്തായാലും 2 വീക്സ് കഴിഞ്ഞിട്ട് നമുക്ക് ബ്ലഡും ഷുഗറൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് റിപ്പോർട്ടൊക്കെ കൊണ്ടുപോകണം. അപ്പോൾ പിന്നെ ഡോക്ടർ എന്താ പറയുകയെന്നറിയില്ല. ഇനി ആ ഒരു ടെൻഷന് 2 വീക്സ് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഡോക്ടറെ കാണാൻ പോകും. അപ്പോൾ അത് എന്താ ഉണ്ടാവുക എന്നുള്ളത് ഞാൻ എന്തായാലും അടുത്ത വീഡിയോയിൽ ഞാൻ എന്തായാലും ഇടാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയൊക്കെ തന്നെയുള്ളൂ. നമ്മൾ ഹോസ്പിറ്റലിൽ പോയ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും കാണിച്ചു എന്നുള്ളൂ. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മൾ ഫസ്റ്റ് വ്ളോഗാണ്. ആദ്യമായിട്ട് ആരെങ്കിലും വ്ളോഗ് കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ.